ചേട്ടാ. ഞങ്ങളുടെ വീട് അവിടെയാണ്. പെട്ടെന്ന് ഒരു വലിയൊരു സൗണ്ട് കേട്ടു, ജനലൊക്കെ പൊട്ടി. അപ്പൊ ഞങ്ങള് വേഗം ഓടി വന്നപ്പോ അവിടെ ഒരു കാല് എടുക്കുന്നുണ്ട്, അവിടെ ഒരു കൈ എടുക്കുന്നുണ്ട്. ഞങ്ങളൊരു 4 ആൾക്കാരെ കയറ്റി വിട്ടുണ്ട്. ആദ്യം തന്നെ വെടിക്കെട്ട് പ്രേമികളോട് ഒരു കാര്യം പറയട്ടെ. ഹൈന്ദവ വിശ്വാസ പ്രകാരം, ഞാൻ ഹിന്ദുവാ, വെടിക്കെട്ടിന് എവിടെ സ്ഥാനം? വെടിക്കെട്ട് ആരെ കണ്ടെത്തുന്നത്? ഈ ക്ഷേത്ര ആചാരത്തിൽ ഒരു ബന്ധമില്ലാത്ത സാധനമാണിത്. രാജഭരണകാലത്താണ് നമ്മൾ ഈ വെടിക്കെട്ട് തന്നെ തുടങ്ങുന്നത്. അത് ആ രാജാവിന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്. AD 7-ാം നൂറ്റാണ്ടിലാണ് ചൈനയിൽ ഈ കരിമരുന്ന് കണ്ടെത്തുന്നത്. നമ്മളിത് എപ്പോഴാ കാണുന്ന അറിയോ? ബാബർ യുദ്ധം നടത്തുന്ന സമയത്ത് പീരങ്കികൾ ഉപയോഗിച്ചതായിട്ട് ചരിത്രരേഖകളുണ്ട്. അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. അവിടുന്നാണ് നമ്മൾ കാണുന്നത്, ഇന്ത്യക്കാർ കാണുന്നത്. അതുകൂടാതെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു. പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്നു വെടിവെക്കാനേ, ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് പിന്നെ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് ഈ ഒരു വെടിക്കെട്ട് ഈ സാധനമായിട്ട് മാറിയതാ. രാജാക്കന്മാരാണ്, ഈ നാട്ടുപ്രമാണിമാരാണ് വലിയ ഒരു പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ക്ഷേത്രങ്ങളിൽ കതിന നിറച്ച് പൊട്ടിക്കുന്ന പരിപാടി തുടങ്ങിയത്. അത് ഈ പീരങ്കിയുടെ പരിപാടി ജയിക്കാനാണ്. ആ ഒരു സാധനത്തിൽ നിന്ന് അവർക്ക് തോന്നിയൊരു സാധനമാണ് ശബ്ദം ഉണ്ടാവുന്നത് എന്നുള്ളത്. അതൊന്നും ആചാരമായി ബന്ധമുള്ള സാധനമല്ല. ആദ്യം പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്തോ ഒരു വലിയ സംഭവമായിട്ട് ആൾക്കാർ കാണുക എന്നുള്ളതാ. എന്തിനാണിത് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ആ വീഡിയോ ഒക്കെ തെറി വിളിക്കാൻ വരുന്നത്. അത്ര പൊട്ടന്മാരാന്നുള്ളതാ. കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയെ പിടിച്ചങ്ങ് കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിൽ 4-5 ആൾക്കാരും കയറ്റിയിരുത്തിട്ട് വലിയൊരു ജീവിയെ കാരണം അതിന് കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ധാരണയില്ല. ഈ വെയിലത്ത്, പൊരി വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കുന്ന പരിപാടി വേറെ ഉണ്ട്. ഞങ്ങളെ ആനപ്രേമികളെടാ എന്നിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇടും. നിങ്ങൾ വെടിക്കെട്ടിന് ആൾക്കാരെടാ എന്നിട്ട് മറ്റാൾക്കാരും കുറെ കമന്റ് ഇടും. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാന്നുള്ളതാ. പാവപ്പെട്ട കുറെ ആളുകൾ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ 4 സ്ത്രീകളുണ്ട്, പ്രായമായ 4 സ്ത്രീകൾ. അവരാ പ്രായത്തിലും കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അവരൊക്കെ മരിച്ചു പോയിട്ടുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിന് വന്ന പല ആളുകളും പറയുന്ന വാക്കുകളുണ്ട്. ഇപ്പോഴും ആ വയൽ ശേഖരങ്ങളിൽ നിന്നും ശരീരത്തിന്റെ ഓരോരോ കഷ്ണങ്ങൾ കിട്ടുന്നെന്ന്. ഈ ഭാഗം, വിരല്, കൈപ്പത്തി ഓരോന്നും ചിതറിക്കെടുക്കുക. ആ പാവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ കുറെ വർഗീയത, ഇത് തീവ്രവാദ പരിപാടിയാണോ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബോധമില്ലാത്ത ആളുകളുണ്ട്. ഈ അപകടം നടക്കുന്നതിന്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോ ആണ്, അതൊന്ന് കാണണം നിങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇക്കൊല്ലം തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് മുണ്ടത്തുകോട് മണിച്ചേട്ടന്റെ മകൻ സതീശൻ വീണ്ടും തിരുവമ്പാടിക്ക് സജീവമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടി വെടിക്കെട്ടിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പ്രാവശ്യത്തെ സാമ്പിള് കുറെ വെറൈറ്റികളൊക്കെ ഉണ്ട്. ശബ്ദ ഗാംഭീര്യം കുറച്ച് കൂടുതൽ വർണ്ണവിസ്മയം തീർക്കാനാണ് നിങ്ങൾ ഒരുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർ അംട്ട്, നക്ഷത്രപിന്നി, പൊരിയംട്ട്, ഇതൊക്കെ കുറച്ച് വെറൈറ്റികൾ അംട്ടുകളാണ്. അപ്രാവശ്യം സൂര്യകാന്തി ഇതൊക്കെ കയറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഭംഗിയായി നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ശ്രമം മാത്രം പോരാ, വേൾഡ് തലത്തിൽ അറിയുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി മുതൽ ഈ വെടിക്കെട്ടിന്റെ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞ സാധനമുണ്ട്. അതായത് വെടിക്കെട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ അന്തരീക്ഷം ചൂട് പിടിക്കാത്ത ഡിസംബർ മാസത്തിലേക്കൊക്കെ മാറ്റി പൂരം നടത്തുക. വെടിക്കെട്ട് വേറെ നടത്തിക്കോ, കാരണം ഇത് ഭ്രാന്ത് പിടിച്ച് ഇറക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത് കണ്ടില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണെന്നുള്ളതാ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 4 ഓലപ്പടക്കം പൊട്ടിച്ചിട്ടെങ്കിലും കൊടുക്കുക എന്നുള്ളതാ. ആ പാവങ്ങളാണ് മരിച്ചുപോയത്. അതിലുള്ള ആൾക്കാരൊന്നും ജീവിച്ചിരിപ്പില്ല. ഓടി രക്ഷപ്പെട്ട് കുറച്ച് ആളുകളുള്ളൂ. ബാക്കി 40 ആളില് ഇപ്പൊ എത്രയോ ആളുകൾ മരണപ്പെട്ടു. 10-12 ആളുകൾ മുകളിൽ മരണപ്പെടുന്നു. ആളുകൾ ICUലുണ്ട്, 10 പേരോളം ICUലുണ്ട്. വെന്റിലേറ്ററിൽ 2 ആൾ കിടക്കുന്നുണ്ട്. മനുഷ്യന്മാരാണ് കിടക്കുന്നത്. നമ്മൾ ഈ വെടിക്കെട്ട് കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് പ്രശ്നമുള്ളൂ. നമ്മളെ കാതിന് നല്ലതായിട്ടാണ് നിങ്ങൾ കാണുന്നത്, കർണപടം പൊട്ടിപ്പോവും. നമുക്കും കേടാ. ഹൃദയ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ പേസ് മേക്കർ, ആ സാധനമൊക്കെ വെച്ച ആൾക്കാർക്കൊക്കെ വലിയ അപകടമാണെന്നുള്ളതാണ്. ഇത് നമുക്കും അപകടമാണ്, ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് അപകടമാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. മനുഷ്യന്മാരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഓരോ വിശ്വാസപ്രകാരം, ഓരോ മതവിശ്വാസപ്രകാരം പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഇവിടെയുള്ള സർവ്വതും എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവമാണ് എന്നുള്ളത്. അത് എല്ലാ മതവിശ്വാസപ്രകാരം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കുള്ളൂ. എത്ര പക്ഷികൾ ചാവുന്നുണ്ട് അല്ലേ? ഇതാണ് അവസ്ഥ. വെടിക്കെട്ട് ശാലയിൽ പണിക്ക് വന്ന ഇവരെ ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾ. എന്താ ചെയ്യാ? ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനമല്ല. പാവങ്ങൾ ഓടാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പ്രായമായ ആളുകളുണ്ട്. ഇതിൽ ആരാ മരണപ്പെട്ടത്, എന്താ സംഭവിച്ചത് എന്നൊരു പിടിപോലില്ല. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും എല്ലാം തീർന്നിക്കണം എന്നുള്ളതാണ്. ഇതില് മുന്നേ സംസാരിച്ച ആൾ, ഇപ്പൊ ഈ പടക്കത്തിന്റെ തിരിയൊക്കെ സെറ്റ് ചെയ്ത ആളില്ലേ, ആള് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ.
ആള് ഒരു തീപ്പൊരി വീണ സമയത്ത് തന്നെ പെട്ടെന്നുള്ളൊരു ഇതിൽ കണ്ടു ആൾ ഓടി എന്നാ പറയുന്നത്. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഓടാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. തടിയുള്ള ഒരാളൊക്കെ അതിൽ വീഡിയോയിൽ കാണുന്നുണ്ട്. ആളൊക്കെ അതിൽ പെട്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല. കാരണം കൃത്യമായൊരു കണക്കില്ല. ഇപ്പൊ ഇനി DNA കാര്യങ്ങളൊക്കെ എടുത്ത് ആരാണ് മരണപ്പെട്ടതെന്ന് കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാടിന്റെ ഒരു പോക്കേ. നമ്മൾക്ക് ചെവിട് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, ആര് മരിച്ചാലും കുഴപ്പമില്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എല്ലാ കൊല്ലവും അല്ലേ. ഇനി എന്റെ വലിയൊരു സംശയമാണ് ഞാൻ പറയാൻ പോണത്. അതായത് തീപ്പൊരി ഉണ്ടാവാനുള്ള സാധ്യതകൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോ കാണിക്കാം. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ കരിമരുന്ന് ഒരിക്കലും ഇടിക്കാൻ പാടില്ല അല്ലെ. അവിടെ ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ സ്പാർക്ക് ഉണ്ടാവും. കരിമരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര അപകടം പിടിച്ച സാധനം. ഇനി വേറൊരു വീഡിയോ, അതായത് ഇതും ഇരുമ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട, ഇരുമ്പ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കെ. പടക്കം കഴിഞ്ഞാൽ അടുത്ത് കിടക്കാൻ പോകുന്ന ഗുണ്ടിലേക്കാണ്. ഇതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമർ. ഇതിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശബ്ദം കൃത്യമായിട്ട് അതായത് കരിമരുന്ന് നിറച്ച ആ ഒരു ഗുണ്ട് അല്ലെ, അതിലേക്ക് ഒരു കോക്ക് വെച്ചിട്ട് അടിക്കുന്നത് മരം കൊണ്ടാണ് അടിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു തരി മണലോ ഈ കരിമരുന്നല്ലാതെ മറ്റെന്തെങ്കിലോ അല്ലെങ്കിൽ കരിമരുന്ന് തന്നെ കൂട്ടിക്കോ, ആ ഒരു കോർക്കിന്റെ ഭാഗത്ത് വെച്ച് അടിക്കണ സമയത്ത് സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഞാനത് ഗൂഗിൾ ചെയ്തപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ ഇവർ അടിക്കാൻ ഉപയോഗിക്കുന്ന മരം അത് മൃദുവായിരിക്കും, അതിന്റെ മുകളിൽ സ്പാർക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ കോക്കാണ് അവിടെ അടിച്ചുണ്ടാക്കുന്നത് നമ്മൾ ആദ്യം കാണുന്നത്. ആ കോക്കിന് പ്രത്യേകത ഉണ്ട്, അതിന് ഹാർഡായിരിക്കും എന്നുള്ളതാ. ഒരു സാധ്യത മാത്രമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് കാണുന്ന ആളുകൾക്കറിയാം, അത് വളരെ കാലാത്മകമാണ്. അത് ചെറുതായിട്ട് പൊട്ടി വന്ന് അത് ശബ്ദവും തമ്മിൽ സമന്വയിപ്പിച്ച് അത് ശ്രവിക്കാനും അതേമാതിരി കാണാനും ഉള്ള ഒരുക്കുന്നത്. അടുത്ത ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാധ്യമങ്ങളെ എന്തിനാണ് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നത്? ഇതിപ്പോ ഒരുപാട് ചാനൽസിൽ ഇവരുടെ അവസാന വീഡിയോ എന്ന രീതിയിൽ ഒരുപാട് ചാനൽസിൽ കണ്ടു കഴിഞ്ഞു. അവരൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ സംഭവം അറിയില്ല. ഇപ്പൊ മൊബൈൽ ഫോൺ പോക്കറ്റിൽ പൊട്ടി തരുന്ന നമ്മൾ കാണാറില്ലേ. ഇവർ ഈ ഒരു വീഡിയോ എടുക്കാൻ പോയ സമയത്തോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പോയ ആളുകളൊക്കെ പിന്നെ തിരിച്ചു വരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് വിഡ്ഢിത്തരങ്ങൾ എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള സുരക്ഷയും അവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവരാ ചെയ്യുന്ന പ്രവൃത്തി ഇല്ലേ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായി എന്നുള്ളതാണ്. അവരൊന്നും ജീവിച്ചിരിപ്പില്ല. ഇനി ഓടി രക്ഷപ്പെട്ട മനുഷ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാളുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് എന്താ അറിയോ? എന്തൊക്കെയോ സംശയമുണ്ട്, ഇയാളൊന്ന് നോക്കി വെച്ചേരുന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. നിങ്ങളൊക്കെ എന്താ അറിഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല. 2:40 ഉള്ളില് പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കെട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി. ഇതെന്റെ നമുക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലായി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നറുവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറുവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നെ എടുത്തു കൂട്ടി. അപ്പുറത്ത് പറയുണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. ആളെ എക്സൈറ്റ്മെന്റിൽ സംസാരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. എടാ, ആളെ കിളി പോയിട്ടുണ്ടാവും. കാര്യമായിട്ട് പറയാ, നമ്മളെല്ലാവരും ഒരേ രീതിയിലാണോ പ്രതികരിക്കുക? നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരേപോലെയാണ് ചിന്തിക്കുക? അല്ല. ആളവിടുന്ന് അയാളുടെ ഭാര്യ ഉണ്ട് അവിടെ, അതിൽ മനസ്സിലാക്കിയത് അതാണ്. ആ ഭാര്യനെ എടുത്ത് അയാളെ ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിനൊക്കെ ഇപ്പോ ആള് ചിലപ്പോ ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും ചിലപ്പോ. കാരണം അവരുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അവരേറ്റൊക്കെ സംസാരിക്കുന്നുണ്ട്. 40 പൊതി ചോറ് അത് അതേപോലെ അവിടെ ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. 40 പൊതി ചോറ് കൊണ്ടുപോയി എന്നുള്ളത് അവർക്ക് പണിക്കാർക്കുള്ള ഭക്ഷണമാണ്. അപ്പൊ ആളുടെ ആ ഒരു മനോനിലയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അയാളെ ജീവനും കൊണ്ട് ഓടിയിരിക്കുക, സ്വന്തം ഭാര്യ അടുത്തേക്ക് ഓടിയെത്തി എന്നാ പറയുന്നത്. അപ്പൊ അതിനെ എഴുതാപ്പുറം വായിക്കുക, പിന്നെ തീവ്രവാദ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ എന്തുവാടേ? അതിനൊക്കെ പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ ഇതിന് എഴുതാപ്പുറങ്ങൾ വായിക്കല്ലേ. ഇപ്പൊ ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 10-15 ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്.
ഏതോ ഒരു വ്യക്തി പ്രൈവറ്റ് ആശുപത്രിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇനിയും അപകടങ്ങൾ ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. നമുക്ക് ഈ പരിപാടി വേണ്ടാന്ന് വിചാരിച്ചാൽ മതി. ഹിന്ദുക്കളായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആചാരത്തിൽ വന്ന സാധനം എന്നല്ല, അത് കുത്തിക്കയറ്റിയാണ് ഇതിന്റെ ഇടയിലേക്ക്. ഇതിന്റെ ആവശ്യം എവിടെ, എന്തിനാണ്? എത്ര പക്ഷികൾ ഉണ്ടായിരുന്നു നമ്മളെ ചെറുപ്പത്തിലൊക്കെ. നമ്മൾ എത്ര പക്ഷികളെ കണ്ടിരുന്നു, കുരുവി, കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനൊക്കെ കാണാനില്ല ഇപ്പോ. പാടത്തായിരുന്നു ഇവർക്ക് ജീവിച്ചിരുന്നത്. പാടത്താണ് കൂടുതൽ വെടിക്കെട്ടുകൾ നടക്കുന്നത്. ഈ ഒരു വെടിക്കെട്ട് കൊണ്ട് മാത്രമല്ല അവർ ചത്തു പോണത്, എനിക്കറിയാം, വ്യക്തമായിട്ട് ധാരണ എനിക്കുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യരുത്. അറിയാണ്ട ചെയ്തു പോണ വേറെ ഉണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് എന്നേ പറയാനുള്ളൂ. ഇപ്പൊ മറ്റൊരു വീഡിയോ, ഇപ്പോൾ അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ, ഈ കോക്ക് വെച്ച് അടിക്കുന്ന സമയത്ത് സ്പാർക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് പാവങ്ങൾ അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരിന്ന് ഈ ലോകത്തില്ല. അത് ഏത് രീതിയിലല്ലാണ്ടായിരിക്കുന്നത്? ഹിന്ദു വിശ്വാസപ്രകാരം ഒരു കർമ്മം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ, ആളെ പോലും കിട്ടാത്ത അവസ്ഥ, ചിതറിപ്പോയിക്കുക എന്നുള്ളതാണ്. അതിമാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ്. നമ്മൾ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതിനേക്കാൾ വീര്യം കൂടി ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളത് ആകാശത്ത് കയറി പൊട്ടുന്നത് മാത്രമേ കാണുന്നുള്ളൂ, അല്ലേ? അതൊന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ അറിയാം അത് എത്ര വേഗത്തിൽ, എത്ര ദൂരത്ത്, എവിടൊക്കെ എത്തും എന്നുള്ളത്. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. നമ്മൾ അപകടത്തെ പിടിച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മൾ തീക്കൊള്ളി കൊണ്ടാണ് ഈ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ വേണം, നിങ്ങൾ തന്നെ ചിന്തിക്കുക. പിന്നെ ഈ പൊരി വെയിലത്ത് മിണ്ടാ പ്രാണികളുടെ തലയിൽ കയറിയിട്ട് 100-150 ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിനെ ആനപ്രേമമാണ്. ആന ആരെങ്കിലും കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുസൃതി കാണിച്ചതാ. ഇതൊക്കെ പറഞ്ഞ് ഈ പ്രഹസനം അവസാനിപ്പിക്കണം. ആ ജീവികൾ ആ ജീവിയുടെ പാട്ടിനെ വിടും. എന്തിനാണ് ഇങ്ങനെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്? അത് എല്ലാവർക്കും ഉപദ്രവാന്നുള്ളതാ. കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമായ ആളുകൾക്ക് വരെ അത് ബുദ്ധിമുട്ടാണ്. മനുഷ്യന്മാരെ കാര്യം മാത്രമല്ല, മൃഗങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്തിനാണ് അങ്ങനെ കൊണ്ടു നടക്കുന്നേ? ബുദ്ധിയും വിവേകമുള്ള ആളുകൾ പ്രതികരിക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇനിയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരും മരിക്കാത്തത് കൊണ്ട് നീ ഒന്ന് പോടാ അവിടുന്ന് എന്ന് പറയുന്ന കുറെ മണ്ടന്മാർ വരും. അവരോടൊന്ന് പറയാനാ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.